പ്രാർത്ഥനാ സഹായത്തിനായി ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരെ സമീപിക്കുന്നത് പ്രാർത്ഥന അപേക്ഷ പ്രാർത്ഥിക്കണമേ എന്നപേക്ഷിക്കുന്നത് തെറ്റല്ല. എന്നാൽ പ്രാർത്ഥനാ സഹായത്തിനായി മറ്റുള്ളവരെ സമീപിക്കുന്നതിന് മുൻപ് നാം തന്നെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. അനേക അഭിഷിക്തന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും നാം നമുക്കായി പ്രാർത്ഥിക്കുന്നില്ലെങ്കിൽ അത് നമുക്ക് അനുഗ്രഹമായിരിക്കുകയില്ല. നാം മുട്ടിന്മേൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറായാൽ ആ ദൈവദൃഷ്ടിയിൽ വളരെ പ്രാധാന്യമുള്ളവരായ നാം നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യത്തിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുവാൻ തയ്യാറാകുമ്പോൾ ദൈവം ആവശ്യങ്ങൾ നൽകി മാനിക്കുവാൻ, അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിക്കുവാൻ കഴിവുള്ള ദൈവമാണ്. സങ്കീർത്തനക്കാരനായ ദാവീദ് ഇപ്രകാരം പറയുന്നു: ഞെരുക്കത്തിൽ ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു, യഹോവ ഉത്തരമരുളി എന്നെ വിശാല സ്ഥലത്താക്കി. ജീവിതത്തിൽ ഞെരുക്കം വരുമ്പോൾ വിളിച്ചപേക്ഷിക്കുവാൻ ആരും നമ്മുടെ അടുത്ത് കാണത്തില്ല. നമ്മെ കൈത്താങ്ങുവാൻ, ഒരു വാക്ക് പ്രാർത്ഥനയിൽ ബലപ്പെടുത്തുവാൻ, നിരാശ മാറിക്കിട്ടുവാൻ, ബുദ്ധിമുട്ട് നീങ്ങിക്കിട്ടുവാൻ, ജീവിതത്തിൽ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ ഒന്ന് ബലപ്പെടുത്തേണ്ടതിന് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ പോലും കണ്ടേക്കില്ല. പക്ഷേ എന്നാൽ ആ പ്രതികൂലത്തിൻ്റെയും പ്രതിസന്ധിയുടെയും നടുവിൽ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ദൈവം ചെവിയോർത്ത് കാത്തിരിക്കുകയാണ്. നാം പലപ്പോഴും പല പ്രാർത്ഥനകൾക്കും പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിടുതലിന് വേണ്ടി നാം വായി തുറന്ന് പ്രാർത്ഥിക്കാറില്ല. പക്ഷേ എന്നാൽ നാം ഓർക്കണം, നമ്മുടെ കർത്താവ് നമ്മുടെ അധരത്തിൽ നിന്നുള്ള ശബ്ദം കേൾക്കുവാൻ കാതോർത്തിരിക്കുകയാണ്. ഒരിക്കൽ ഒരു വിശ്വാസി ഒരു അഭിഷിക്തൻ്റെ വീട്ടിലേക്ക് വന്നു. അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ വിഷയത്തിന് വേണ്ടി വീട്ടിൽ ചെന്ന് തൻ്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി വന്നു. വരുമ്പോൾ ആ വീട്ടിൽ പാസ്റ്റർ ഇല്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ വൈഫ് പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ കർത്താവിൻ്റെ ദാസി പറഞ്ഞു, ഞാൻ വന്ന് നിങ്ങൾക്കായി പ്രാർത്ഥിക്കാം. പോകുന്ന യാത്രയിൽ മുള്ളുവേലി കൊണ്ട് കെട്ടിയ കമ്പിയായിരുന്നു. ആ കമ്പി ഈ പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയുടെ ഉദരത്തിൽ ആഴത്തിൽ മുറിവുണ്ടാക്കി. തനിക്ക് അങ്ങോട്ടോ മുൻപോട്ടോ പിൻപോട്ടോ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം. അവിടെ നിന്നുകൊണ്ട് താൻ ഇപ്രകാരം ഒരു പ്രാർത്ഥന സമർപ്പിച്ചു പ്രാർത്ഥിച്ചു: ദൈവമേ, എൻ്റെ ഈ അനർത്ഥത്തിൽ നിന്ന് വിടുവിച്ച് എൻ്റെ കുഞ്ഞിന് ഒരനർത്ഥവും സംഭവിക്കാതെ, എൻ്റെ ജീവനൊരു കേടുവരാതെ ദൈവം കാത്താൽ, സൂക്ഷിച്ചാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വേലയ്ക്കായി ഞാൻ എൻ്റെ കുഞ്ഞിനെ സമർപ്പിക്കാം. നിമിഷ നേരത്തിൽ എങ്ങനെയെന്നറിയില്ല താൻ ആ കമ്പിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. തൻ്റെ ഉദരത്തിൽ ഉരുവായിരിക്കുന്ന കുഞ്ഞിന് ഒരനർത്ഥവും സംഭവിക്കാതെ ദൈവം തന്നെ കാത്തു. പ്രിയ ദൈവജനമേ, നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം കേൾക്കുവാൻ ദൈവം കാത്തിരിക്കുന്നു. നാം ദൈവസന്നിധിയിൽ അർപ്പിക്കുന്ന ഓരോ പ്രാർത്ഥനകൾക്കും മറുപടി തന്ന് മാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. നമ്മെ പലപ്പോഴും നിരാശപ്പെടുത്തുമ്പോൾ, ശത്രു ഓരോ ആപത്തുകൾ കൊണ്ടിടുമ്പോൾ, അനർത്ഥങ്ങൾ കൊണ്ടിടുമ്പോൾ, രോഗങ്ങൾ കൊണ്ടിടുമ്പോൾ അവൻ്റെ ഒരൊറ്റ ആഗ്രഹം നാം ഈ ഞെരുക്കത്തിൽ ഞെരുങ്ങണം എന്നുള്ളതാണ്. മുന്തിരി ഞെക്കിപ്പിഴിയുന്നത് പോലെ അവൻ നമ്മെ ഞെക്കിപ്പിഴിഞ്ഞ് ഒരു കൊത്തുപോലെ നാം ആയിത്തീർന്നിരിക്കാം. പക്ഷെ അവിടെ കിടന്നുകൊണ്ട് ആ അവസ്ഥയിൽ നിന്ന് ഒരു നിലവിളി. ദാവീദ് പറയുന്നു, ഞാൻ ഞെരുക്കത്തിൽ യഹോവയോട് നിലവിളിച്ചു. പിശാച് നമ്മെ ഞെരുക്കുമ്പോൾ, സാത്താൻ നമ്മെ തകർക്കാൻ നോക്കുമ്പോൾ, കുടുംബത്തിനെതിരെ, തലമുറയ്ക്കെതിരെ, നമ്മുടെ നന്മയ്ക്കെതിരെ, ആയുസ്സിനും ആരോഗ്യത്തിനുമെതിരെ നമ്മളെ തകർത്ത് കളയാൻ നോക്കുമ്പോൾ, ഞെക്കിപ്പിഴിയുന്നത് പോലെ നാം അകത്തും പുറത്തും പീഡ അനുഭവിക്കുമ്പോൾ, പ്രിയ ദൈവവേദനയെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാർത്ഥനയുടെ ശബ്ദം, എന്നെ വിടുവിക്കാൻ കഴിയുന്ന ദൈവത്തോട്
ദാവീദ് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന കേട്ട ദൈവം ഒരു വിശാലത ദാവീദിന് നൽകി. ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെ ഒരു വിശാലത നഷ്ടപ്പെട്ടുവോ, എവിടെ ആഗ്രഹിച്ചിട്ട് വിശാലതയിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്നില്ലയോ, അതിൻ്റെ നടുവിൽ ജീവനുള്ള ദൈവത്തിൻ്റെ കരം നമ്മെ തൊട്ട് വിശാലതയിലേക്ക് മടക്കി വരുത്തുവാൻ കഴിവുള്ള ദൈവം നമ്മുടെ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിക്കുന്നു. നാം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവ് ഈ തിരുവചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.